മകരവിളക്കിനോടടുക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് കണക്കുകളും സൂചിപ്പിക്കുന്നത്. കാരണം ശനിയാഴ്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയത്. ഏതാണ്ട് 1,00,000-ലധികം ഭക്തജനങ്ങൾ എത്തി. കഴിഞ്ഞ ദിവസം 99,000-ലധികം ഭക്തജനങ്ങൾ എത്തുന്നു. അപ്പോൾ എന്തായാലും 1,00,000-നടുത്ത് തന്നെ ഭക്തജനങ്ങൾ എത്തും എന്ന പ്രതീക്ഷയാണ് നിലവിൽ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളത്. ഒപ്പം ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട അവലോകന യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. എന്നാലും ഫ്ലൈ ഓവറിൽ നിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഭക്തജനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ തിരക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 4 മണിക്കൂറിലധികം കാത്തു നിന്നാൽ മാത്രമാണ് അവർക്ക് ഒടുവിൽ അയ്യനെ കാണാനുള്ള ഈ അവസാന പോയിന്റായി ഫ്ലൈ ഓവറും കടന്ന് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് മനസ്സിലാക്കുന്നു. നൈറ്റേ വന്നിട്ടോം ഇപ്പോൾ നൈറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ റിട്ടേൺ ഫ്രീ ദർശനം പോയിട്ട്. ആ ഒരു കാത്തുനിൽപ്പ് അവസാനിക്കുന്നതിന് സന്തോഷമാണ്. ഇനിയിപ്പോൾ എത്ര ക്ഷീണം ഉണ്ടെങ്കിലും എത്ര സമയം കാത്തു നിന്നെങ്കിലും ഏറ്റവും ഒടുവിൽ ആ ഫ്ലൈ ഓവറിന്റെ അവസാന പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇവരുടെയൊക്കെ മുഖത്തുണ്ടാകുന്ന സന്തോഷം തന്നെയാണ്. ടൈം വെയിറ്റ് പണിയിട്ട് 8 hours. അയ്യപ്പനെ പക്കത്തേക്ക് വന്നതാ? ടയർഡായിട്ടിയാ? ഈ തേങ്ങ അടിക്കുന്ന ആചാരവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാനനപാതയിലൂടെ എത്തുന്ന ഭക്തജനങ്ങൾ ആ കാനനപാതയിലെ പ്രദേശങ്ങളിൽ തേങ്ങ അടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ആചാരത്തിന്റെ ഭാഗമല്ല. അവർക്ക് തേങ്ങ അടിക്കാൻ സൗകര്യമുള്ളത് പമ്പയിലും ഒപ്പം ഈ 18ാം പടിക്ക് തൊട്ട് താഴെയുമാണ്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം, ഇവർ തേങ്ങ അടിക്കുമ്പോൾ അത് ഒരു പ്രദേശവും കടന്ന് തിരുമുറ്റത്തേക്ക് വന്ന ആളുകൾക്ക് പരിക്കേൽക്കുന്നതായി കഴിഞ്ഞ ദിവസം മുതൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളോട് ശ്രദ്ധാപൂർവം അവരുടെ ആചാരങ്ങൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമുണ്ട്. മകരവിളക്കിന് 9 ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. 9 ദിവസങ്ങൾക്കിടയിൽ ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാകും സന്നിധാനത്തേക്ക് ഉണ്ടാകുക. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള തിരക്കിലും ഓട്ടത്തിലുമാണ് ദേവസ്വം ബോർഡ് അധികൃതരും മറ്റ് വകുപ്പുകളും. MS സുഹിത്തിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.